ഇംഗ്ലണ്ടിനെതിരായ 3 ടെസ്റ്റ് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യത്തെ മത്സരത്തിന് ഇംഗ്ലണ്ടിലെ ലീഡ്സ് ക്രിക്കറ്റ് മൈതാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നു. സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയുടെയും വിരമിക്കലിന് ശേഷം താരതമ്യേന യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്ത് പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിന് അവസരം നൽകിയ ഒരു പരമ്പര എന്ന നിലയിൽ ശ്രദ്ധേയമാണ് ഇപ്രാവശ്യത്തെ ഇന്ത്യൻ ടീമിൻ്റെ ഇംഗ്ലണ്ട് പര്യടനം. ഇംഗ്ലണ്ടിലെ വേഗതയേറിയ പിച്ചിൽ ഈ യുവാക്കളുടെ ടീം എത്രമാത്രം മികച്ച പ്രകടനം നടത്തുമെന്നാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ പൊതുവെ ഇംഗ്ലണ്ട് പോലെയുള്ള കളിമൈതാനങ്ങളിൽ തുടക്കത്തിൽ കാണിക്കുന്ന കൂട്ടത്തകർച്ച എന്തായാലും ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ തലമുറ ഇത്തവണ ആവർത്തിച്ചില്ല എന്നത് ആശ്വാസകരമാണ്. ഇംഗ്ലീഷ് പിച്ചുകളിൽ ഏതൊരു ടെസ്റ്റ് മത്സരങ്ങളുടെയും തുടക്കത്തിൽ ലഭിക്കുന്ന മികച്ച പേസ് മുതലെടുക്കുന്നതിന് വേണ്ടി ടോസ് ലഭിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യൻ ടീമിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ടോസിൽ ലഭിച്ച ആനുകൂല്യം മുതലെടുക്കുകയായിരുന്നു ഇംഗ്ലീഷ് ക്യാപ്റ്റൻ്റെ ആഗ്രഹം. എന്നാൽ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ കാഴ്ചവെച്ചത്. ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും KL രാഹുലും കൂടി നൽകിയ മികച്ച തുടക്കം ടീം ഇന്ത്യയെ മികച്ച ടീം സ്കോറിലും എത്തിച്ചു. ഒരിക്കൽ പോലും ഒരു പിഴവുണ്ടാക്കാതെയായിരുന്നു അവർ ഇരുവരുടെയും വളരെ മനോഹരമായ ബാറ്റിംഗ്. അത്രയ്ക്ക് സുന്ദരമായിരുന്നു ഇരുവരുടെയും സ്ട്രൈറ്റ് ഡ്രൈവുകളും കവർ ഡ്രൈവുകളും. ഇരുവരുടെയും സ്കോർ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു. 25ാമത്തെ ഓവറിൽ ഇന്ത്യക്ക് ആദ്യത്തെ പ്രഹരമേൽപ്പിച്ചത് ബ്രൈഡൻ കാർസ്. 42 റൺസ് നേടിയ KL രാഹുൽ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 91 റൺസിന് 1 വിക്കറ്റ്. സ്ക്വയർ ഡ്രൈവിന് ശ്രമിച്ച KL രാഹുലിനെ സുന്ദരമായ ഒരു ക്യാച്ചിൽ കൂടി പുറത്താക്കി. വീണ്ടും അടുത്ത ഓവറിൽ അടുത്ത പ്രഹരം. ഇത്തവണ നേരിട്ട 3ാമത്തെ ബോളിൽ റൺസൊന്നും എടുക്കാതെ 0-ആയി മടങ്ങിയത് സായി സുദർശൻ. വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ എത്തിച്ചത് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും. വീണ്ടും ഒരു കൂട്ടത്തകർച്ചയുടെ നിമിഷം. നല്ലൊരു തിരിച്ചുവരവ് ഇംഗ്ലണ്ട് ടീമും പ്രതീക്ഷിച്ച സമയം. എന്നാൽ പിന്നീട് ഒത്തുചേർന്ന യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ കൂട്ടുകെട്ട് പിരിക്കാൻ ഇംഗ്ലീഷ് ബോളർമാർക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നത് ഇരുവരും സെഞ്ചുറിയും നേടിക്കഴിഞ്ഞായിരുന്നു എന്ന് മാത്രം. ആദ്യത്തെ അർദ്ധ സെഞ്ചുറി പിറന്നു. 96 ബോളിൽ യശസ്വി ജയ്സ്വാൾ 50 റൺസ് തികച്ചു. വൈകാതെ തന്നെ ക്യാപ്റ്റനായി തൻ്റെ ആദ്യത്തെ മത്സരത്തിലെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറി ശുഭ്മാൻ ഗില്ലും പൂർത്തിയാക്കി. വെറും 56 പന്തുകളിലായിരുന്നു ഈ അർദ്ധ സെഞ്ചുറി നേട്ടം. അടുത്ത ഊഴം ജയ്സ്വാളിൻ്റെ സെഞ്ചുറി. തൻ്റെ 5ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കിയത് 144 പന്തുകളിൽ. 20 മത്സരങ്ങൾ മാത്രം കളിച്ചപ്പോഴാണ് ജയ്സ്വാൾ 5 സെഞ്ചുറികൾ നേടുന്നത്. 100-ൽ നിൽക്കെ സെക്കൻഡ് സ്ലിപ്പിൽ കിട്ടിയ ഒരു അവസരം പിന്നീട് വീണ്ടും മുതലെടുക്കാൻ ജയ്സ്വാളിന് സാധിച്ചില്ല. 1 റൺസ് കൂട്ടിച്ചേർത്ത് ജയ്സ്വാളിൻ്റെ കുറ്റി പിഴുത് 3ാമത്തെ വിക്കറ്റ് സ്വന്തമാക്കിയത് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ. പിന്നീട് നടന്നത് ഒരു 20-20 ബാറ്റിംഗ് പ്രകടനം. ഋഷഭ് പന്തിൻ്റെ വക കണ്ണും പൂട്ടിയുള്ള ബാറ്റിംഗ്. പന്ത് ട്രാക്കിലൂടെ നടന്നു ചെന്ന് ഇന്നിങ്സിലെ 2ാം പന്തിൽ ബെൻ സ്റ്റോക്സിൻ്റെ തലയ്ക്ക് മുന്നിൽ കൂടി ബോൾ അടിച്ചു പറത്തി. എന്തായാലും ആ ഒരു ഷോട്ടോട് കൂടി ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ജാഗ്രത പാലിച്ചു. 140 ബോളിൽ ക്യാപ്റ്റൻ സ്പെഷ്യൽ സെഞ്ചുറി. രണ്ടുപേരും ചേർന്ന് സ്കോർ ബോർഡ് അതിവേഗം ചലിപ്പിച്ചു. 91 പന്തുകൾ നേരിട്ട് പന്തും ഒരു 1.5 ഹാഫ് സെഞ്ചുറി നേടി. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 90 ഓവറുകളിൽ 359 റൺസിന് 3 വിക്കറ്റ് എന്ന മികച്ച സ്കോറിൽ. ക്യാപ്റ്റനായി കളിച്ച മത്സരത്തിൽ തന്നെ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ 5ാമനായി ശുഭ്മാൻ ഗിൽ. കൂടാതെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ.